നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു രീതിയിലുള്ള കെമിക്കൽ പൗഡറുകളോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. നമ്മളിതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് തുടർച്ചയായിട്ടുള്ള ഒറ്റ മാസത്തിലുള്ള യൂസ് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും. നമുക്ക് വലിയ ചിലവൊന്നും കൂടാതെ തന്നെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടിയും കൂടെ വളർത്തിയെടുക്കാനായിട്ടും സഹായിക്കും. ഈ ഒരു ഹെയർ ഡൈയിൽ കൂടെ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസൊക്കെ ലഭ്യമാകുന്നതാണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രോട്ടീന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് മൂലം മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കിട്ടും. അതുകൊണ്ടാണ് മുടി വളരുമെന്ന്, ഒരു മാസത്തിൽ തന്നെ നല്ല രീതിയിൽ മുടി വളരുമെന്നും പറയുന്നത്. ഇതുകൊണ്ട് 100% റിസൾട്ട് കിട്ടുകയും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്നൊക്കെ അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോഫി പൗഡറല്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാപ്പിക്കുരു പൊടിച്ചെടുക്കുന്നില്ലേ, ആ ഒരു പൊടിയാണ് കേട്ടോ. ഈ കാപ്പിക്കുരു പൊടിച്ചെടുക്കുന്ന പൊടി തന്നെ വേണം, ഇത് നിർബന്ധമാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കരുത്. ഇത് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് കാപ്പിക്കുരു ആയിട്ട് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് കഴിയുമ്പം ഒന്നും കൂടി അരിച്ചിട്ട് ഒരു തവണയും കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇനി കാപ്പിപ്പൊടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കുമ്പം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചൂടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മുടിയുടെ നര മാറ്റാൻ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാപ്പിപ്പൊടി. മുടിവേരുകൾക്ക് ബലം നൽകാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ട് കാപ്പിപ്പൊടിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് കാപ്പിപ്പൊടി എടുത്തിരിക്കുന്നത്. ചൂടായി വരുന്ന സമയത്ത് കാപ്പിപ്പൊടിയുടെ നിറമൊക്കെ മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സമയത്ത് നമ്മൾ തീ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം നമ്മുടെ മുഖത്തോ കയ്യിലോ ഒക്കെ തെറിക്കാതെ ശ്രദ്ധിക്കണം. കാരണം കാപ്പിപ്പൊടി നല്ല ചൂടായിട്ടിരിക്കുന്നതാണല്ലോ. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളപ്പിച്ച് ഏകദേശം 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 3/4 ഗ്ലാസ്സോ ഒക്കെ ആകുന്നിടം വരെ ഒന്ന് വറ്റിച്ചൂടി എടുക്കണം. അതിനാണ് ചെറിയ ഫ്ലെയിമിൽ വെക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലാക്സ് സീഡിന് ചെറു ചണവിത്ത് എന്നാണ് മലയാളത്തിൽ പറയുക. ഫ്ലാക്സ് സീഡ് മുടി വളരാനും മുടിക്ക് നല്ല തിളക്കം തരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. കഷണ്ടിയിൽ വരെ മുടി വളർത്താൻ കഴിവുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ്. അതുകൊണ്ട് ഫ്ലാക്സ് സീഡ് സ്കിപ്പ് ചെയ്യേണ്ട. ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മൈലാഞ്ചിയുടെ ഇല തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മൈലാഞ്ചി ഇലയാണ്. മുടിക്ക് വേര് മുതൽ നല്ലൊരു നിറം കൊടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മൈലാഞ്ചി ഇല. നമ്മളിങ്ങനെ റോ മൈലാഞ്ചി ഇല തന്നെ എടുക്കണം, മൈലാഞ്ചിയുടെ പൊടി എടുക്കരുത്. ഇത് തണ്ടോടെ പറിച്ചെടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ഇളം വെയിലിൽ വെച്ച് ഉണക്കിയെടുത്തതാണിത്. ഇത് ഞാൻ 1 പിടിയോളം ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൈലാഞ്ചിയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഫ്ലാക്സിഡിൻ്റെ ഗുണങ്ങളും ഒക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കിട്ടേണ്ട രീതിയിൽ തന്നെ വേണം നമ്മളിത് തിളപ്പിച്ചൊന്ന് ചെറിയ രീതിയിൽ വറ്റിച്ചെടുത്താൽ മതി. കാരണം നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം തയ്യാറാക്കുന്നത്. ഈ ഒരു വെള്ളം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഇത് തിളച്ച് ചെറിയ രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ കളർ കാണാം, നല്ല ഡാർക്ക് ബ്ലാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. മൈലാഞ്ചിയിലയുടെയും അതുപോലെ ഫ്ലാക്സിഡിൻ്റെ ഒക്കെ ഗുണങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നൈറ്റിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമ്മളിത് രാവിലെ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. രാവിലെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറ് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, എങ്കിലും നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിലേക്കായി വന്നിട്ടുണ്ട്. രാത്രിയിലും ഇതേ രീതിയിലായിരുന്നു, ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു കളറ്.
ഇപ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാം. നമുക്കിത് വേണമെങ്കിൽ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിലും നല്ലത് നമ്മളുടെ ഈ ഒരു ഹെയർ ഡൈ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചെറിയ രീതിയിൽ ചൂടാക്കിയെടുക്കുക. ചൂടായതിന് ശേഷം ഈ വെള്ളം നമുക്ക് ചൂടായിട്ട് തന്നെ കിട്ടണം. ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്യാതെ പോകരുത്. ഇനി ഞാൻ ഈ ഒരു വെള്ളം അരിച്ചെടുക്കുന്നുണ്ട്. ചെറു ചൂടോടുകൂടി വേണം നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ ഹെയർ ഡൈക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ അംശം കൂടി നമ്മുടെ മുടിയിലേക്ക് എത്താനായിട്ട് സഹായിക്കും. ഇരുമ്പിൻ്റെ അംശം നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഹെയർ ഡൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായിരിക്കും എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിയുടെ പൊടിയാണ്. നിങ്ങൾക്കറിയാം, മുടി കറുപ്പിക്കാനായിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻഡിഗോ പൗഡർ. ആയുർവേദ വൈദ്യശാലകളിലൊക്കെ എണ്ണ തയ്യാറാക്കുമ്പോൾ, മുടിയിൽ തേക്കാനുള്ള എണ്ണ തയ്യാറാക്കുമ്പോൾ നീലയമരിയുടെ ഇലകൾ കൂടി ചതച്ച് ചേർത്തിട്ടാണ് എണ്ണ തയ്യാറാക്കുക. ഇതും നമ്മൾ ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അവിടെ ഇങ്ങനെ പൊടിച്ച് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ 4 ടേബിൾ സ്പൂൺ നീലയമരിയുടെ പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ വെള്ളം ചെറു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. ഹെന്നയും ഇൻഡിഗോ പൗഡറും ചേർത്തിട്ടുള്ള ഒരു ഹെയർ ഡൈ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടും ഒരു ഹെയർ ഡൈ ഉണ്ടായിരുന്നു. രണ്ടും നല്ല റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണെന്ന് നമുക്ക് റിസൾട്ട് ലാസ്റ്റ് ഭാഗത്തേക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിതിൽ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മൈലാഞ്ചിയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടാണ് വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇപ്പം ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുടിയിൽ ഷാമ്പൂ ഇട്ടിരിക്കണം. ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്ത് മുടിയിലെ എണ്ണമയമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് പോലെ റിസൾട്ട് കിട്ടുകയില്ല. എണ്ണയുള്ള മുടിയിൽ ഇത് പിടിക്കുകയുമില്ല. നമ്മുടെ 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറയുന്നത്, നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്, ഇളം ചൂടുവെള്ളം. അപ്പോൾ ആ ഇളം ചൂടുവെള്ളവും ഇൻഡിഗോയുമായിട്ട് ചേർന്ന് ഇതൊന്ന് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു കളർ നോക്കാം. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയും നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു മിശ്രിതവും ആ ചൂടുവെള്ളവും ഒക്കെ കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഇൻഡിഗോ പൗഡറിന് ഈ ഒരു നിറം കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് മുട്ടയുടെ വെള്ളയാണ്. മുടിക്ക് കിട്ടേണ്ട പ്രോട്ടീൻ കിട്ടുന്നത് നമുക്ക് ഈ മുട്ടയുടെ വെള്ളയിൽ നിന്നാണ്. ഈ ഒരു മുട്ടയുടെ വെള്ള നമുക്ക് നല്ല രീതിയിൽ മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആവാനും മുടിവേരുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനും ഒക്കെ സഹായിക്കും. രണ്ടാമതായിട്ട് ഒരു ചെറിയ നാരങ്ങ മുറിച്ച് അതിൻ്റെ നീരാണ് എടുക്കുന്നത്. ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുക്കണ്ട, ഹാഫ് എടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തും കൊടുക്കാം. മുട്ടയുടെ വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒന്ന് മിക്സായി കിട്ടാനായിട്ട്. എങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതെല്ലാം ആക്ടിവേറ്റായി കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഡൈ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 3/4 മണിക്കൂറെങ്കിലും ഇത് നമ്മുടെ മുടിയിലുണ്ടായിരിക്കണം. തേച്ചതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് വെച്ച് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മുടി ഒരുപാട് ഡ്രൈ ആയി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വീക്കിലി 2 തവണ കണ്ടിന്യൂ ആയിട്ട് 1 മാസം ഇത് യൂസ് ചെയ്യുക. ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളത്തിൽ മാത്രം വാഷ് ചെയ്യുക. ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. 2 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളിയൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡീപ്പായിട്ട് ഓയിലിംഗ് ചെയ്യുക. ഒരു ഹോട്ട് ഓയിൽ മസാജ് പോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയാവും. ഏതൊരു കാര്യവും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത്. ഈ ഒരു ഡൈ ഉപയോഗിച്ചാൽ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ എത്രത്തോളം നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരുപാട് നരയുള്ളവരൊക്കെ ഈ ഒരു ഹെയർ ഡേ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ നര വരാനുള്ള ചാൻസും കുറയ്ക്കും നമുക്ക് ഈ ഒരു ഹെയർ ഡേ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട്.
അപ്പോൾ ഇൻഡിഗോ പൗഡറൊക്കെ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഹെയർ ഡൈകളുടെ കെമിക്കൽ ഡൈയുടെ ഉപയോഗമൊന്നും ആവശ്യമായിട്ട് വരില്ല. കാലക്രമേണ പുതിയ മുടികൾ വരുന്നതും കൂടി നന്നായിട്ട് കറുത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരുപാട് പ്രായമായവർക്കൊക്കെ മുടി കളർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഒരുപാട് പ്രായമായവർക്ക് കെമിക്കൽ ഡൈസൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, രോഗങ്ങളൊക്കെ. അതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഈ ഒരു മുടി വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഹെയർ ഡൈയുടെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന്. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയുടെ ഓരോരോ സെക്ഷനായിട്ട് എടുക്കുക. ചെറിയ ചെറിയ സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ സ്വന്തമായിട്ട് തേക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എവിടെയൊക്കെയാണ് നരച്ച മുടി എന്നുള്ളത്. അതുകൊണ്ട് മുടികളൊക്കെ ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പോകാത്തതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരെയും കൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഓരോരോ സെക്ഷനായിട്ട് എടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൽ ചേർത്തിരിക്കുന്ന നാരങ്ങ ഒക്കെ നമ്മുടെ താരനൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നാരങ്ങാനീര് നമ്മൾ ചിലർ പറയും മുടി നരച്ചു പോകുമെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ നാരങ്ങാനീര് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മറ്റൊരു ഡയറക്റ്റായിട്ടല്ലല്ലോ അപ്ലൈ ചെയ്യുന്നത്, വേറൊരു മിക്സിൽ അല്ലെങ്കിൽ ഒരു പാക്കിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. എനിക്ക് നല്ല രീതിയിൽ കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ മുടിയിൽ തേക്കുന്ന സമയത്ത് നല്ല ബ്രൗൺ കളറും ഇടയ്ക്ക് വെള്ള നിറമുള്ള മുടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ കറുത്ത കളറായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കാണാതെ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇടയിടയിലായിട്ട് വെളുത്ത മുടിയും ബ്രൗൺ ഷെയ്ഡിലുള്ള നിറമുള്ള മുടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെയെങ്കിലും കൊണ്ട് ഇട്ട് ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും അത് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.